അമ്മാവൻ അവസാനം എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. ആ അന്നേരം രണ്ടുപേർക്കും പഠിക്കും. ആ അപ്പം മതിയാകും. നാട്ടുകാരെ മുഴുവൻ ചോദിക്കും. ആ പിന്നെ അല്ലാതെ ഇതെന്തു അത് അപ്പൊ പറയും നമുക്ക് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഇതായിരുന്നു പറയും. ഇതെല്ലാം ഇവര് നമ്മളോട് പറഞ്ഞ കാര്യമാ. ഇവര് വരെ തിരിഞ്ഞവസാനം ഇങ്ങനെ വെറുതെ മിണ്ടാതിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇതിപ്പോ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഒറ്റ തീരുമാനം അറിഞ്ഞാൽ മതി. ആ മനുഷ്യന് അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കണം. എന്താ നിങ്ങളുടെ തീരുമാനം? എന്താ കൂടുതൽ വർത്താനം പറയണം നിങ്ങളാണല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഡേയ് എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പുണ്ട്. എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യം ഇല്ല. നീ പറയണ കനക. താല്പര്യമില്ല. ഇനി സംസാരം വേണ്ട കേട്ടല്ലോ. ഞാനേ അമ്മ അവൻ്റെ അടുത്തോട്ടില്ല ഇത് നല്ലതാണ്. കൊറേ പറഞ്ഞു നോക്കി അമ്മാവ, അവര് സമ്മതിക്കണില്ല. അപ്പോ നടക്കില്ല അല്ലേ? ഇതല്ലേ പറഞ്ഞത്, നടക്കാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞിട്ട് അമ്മാവൻ അത് സമ്മതമല്ലല്ലോ. ഒളിച്ചോടി പോക്കോ, ഞങ്ങള് നോക്കിക്കോളാന്നേ. അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യേ, ഞങ്ങള് രണ്ടുപേരും വന്ന് ഒപ്പിട്ട് തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതും നടക്കില്ല. അമ്മാവൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ സമാധാനം? ഇതങ്ങ് മറന്നു കളാം. ഇതിൽ നല്ലത് അതല്ലേ? എന്തോരം നോക്കി എന്താ പറഞ്ഞ മറന്നു കളാ. മറക്ക ഗിരിജേനെ ഞാൻ മറക്ക അല്ലേ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വെള്ളം കൂടി ഇനി അമ്മാവന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എല്ലാം ഞാൻ മറക്കാൻ തീരുമാനിച്ചു. എന്താണ് പുറത്തിറങ്ങി എന്താ വേണ്ടത് എനിക്കറിയാം. ഒന്നുമില്ല, മാമ തീരുമാനിച്ചു. മാമന് നിങ്ങളും ഇല്ല, ഇനി ആരും ഇല്ല. നടക്ക്, ഞാൻ പറയുന്നത് അമ്മാവ വാതില് തുറന്നേ പറയട്ടെ. ഞങ്ങളൊന്ന് അമ്മാവ വാതില് തുറക്ക. അമ്മാവ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കല്ലേ. അമ്മാവ വാതില് തുറന്നേ പറയട്ടെ. ഞങ്ങളൊന്ന് കനക ഞങ്ങളൊന്നും കൂടെ പറഞ്ഞു നോക്കാം. അമ്മാവ കാണിക്കില്ലേ? അപ്പൊ വാതില് തുറന്നേ. ഞാൻ അമ്മനെ വിളിക്കും കേട്ടോ. കനക അമ്മ വാതിൽ തുറന്ന് കളിക്കല്ലേ. ഇത് അമ്മാവ വാതില് തുറന്നേ പറയട്ടെ. ഞങ്ങളൊന്ന് കനക അല്ല, ഇതെന്താ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എന്താ കയറ് കൂട്ടി വീണം? സ്റ്റൂള് തന്നെ വീണെന്നോ? നാണം കെട്ട ഇടപാടാണ് ഇതൊക്കെ. പ്രായത്തിൽ ആരെ പേടിപ്പിക്കാനാണ് അമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണേ? മോശമാണ് കേട്ടോ, മോശം, വളരെ മോശമാണിത്. അതെ, പുറത്തെവിടെയെങ്കിലും പോയി തൂങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട. ഈ രാമേന്ദ്രൻ്റെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ. ഇനി അകത്താണോ പുറത്താണോ? അകത്ത്. സമ്മതിച്ചാ? ആദ്യമേ തന്നെ സമ്മതിച്ചാ പറയാറുണ്ടോ? അതെ, ഇപ്പൊ ഇവിടെ നടന്ന ഈ ആത്മഹത്യാ നാടകം ആരുടെ ഐഡിയ ആയിരുന്നു? എന്താ ഐഡിയ? നാടകോ? അവൻ കേറി കഥ കടയ്ക്കുന്നു, മരുമക്കൾ കണ്ട് വിളിക്കുന്നു. ശരിക്കും കഥ കടച്ചതാ. ഞങ്ങളെ ഉന്തിത്തലി പുറത്താക്കിയിട്ട് വാതിലടിച്ചതാ. ഞങ്ങളൊന്നും അറിഞ്ഞല്ല. കാര്യമായിട്ട് അതല്ലേ കിടന്ന് തല വിളിച്ചത് ഞങ്ങള്. ചെയ്യരുന്നു.